ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്തൊരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ കളറുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. ഇത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തേ. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഉണ്ടോ? 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യായി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത്. പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അല്ലേ? അപ്പോൾ ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ റൗണ്ട് നെക്ക് ഇങ്ങനെ തയ്ച്ചെടുത്ത് ഫുള്ളായിട്ടൊക്കെ ഉണ്ട് കൂട്ടി. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് വന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇവിടെ വരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ കണ്ടില്ലേ? ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 ചെയിനുണ്ട്. ചെയിനിട്ട് വെച്ച് അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. പിന്നെ ഒരു 3 ചെയിൻ വേറെ. അപ്പോൾ 3 ചെയിൻ ഡബിൾ ക്രോഷ്യേൻ്റെയാണ്. 3 ചെയിൻ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇത് ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. ഇനി ഓരോ ഡബിൾ ക്രോഷ്യ വീതം അതിൻ്റെ മുകളിൽ നിന്ന് ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ മതി. ഇപ്പോൾ എത്ര 4, 3, 7 ഡബിൾ ക്രോഷ്യ, 10 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഡബിൾ ക്രോഷ്യ കണ്ടോ 10 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന് 3 6 4 10 ഡബിൾ ക്രോഷ്യ 10 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ചെയിൻ മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ജോയിൻ്റ് ആക്കി അപ്പോൾ അങ്ങനെ വന്നു വീണ്ടും ഒരു 2 ചെയിനിട്ടിട്ട് 2 ചെയിനിട്ടിട്ട് അതിൻ്റെ 2 ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്ത് കണ്ടു അങ്ങനെ വന്നു. പിന്നെ ഒരു ചെയിനിട്ട് കൂടി തിരിച്ചിട്ട് ഈ ഒരു ഡബിൾ ക്രോഷ്യ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇവിടെ ഒരു ചെയിനിട്ടിട്ട് പിന്നെ വീണ്ടും ഒരു ചെയിനിടുക, ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒരു ചെയിനിടുക, ചെയ്തെടുക്കുക. ഒരു ചെയിന്, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, ഒരു ഡബിൾ ക്രോഷ്യ, പത്തെണ്ണമായോ നോക്കണം. 9 ഒന്നും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങോട്ട് തിരിക്കും. അങ്ങനെ വന്നപ്പോൾ അത് അതേമാതിരി വന്നു ഇവിടെ. പിന്നെ വീണ്ടും എന്ന് വെച്ചാൽ ഇവിടെ 3 ചെയിനിട്ടിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്പുമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും ഇതേമാതിരി. പിന്നെ വീണ്ടും ഒരു ചെയിനിട്ടിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ ചെയ്യും. സിംഗിൾ ചെയിനിട്ടാൽ മതി. അങ്ങനെ എടുത്തിട്ട് ഇവിടെ 3 ചെയിനിടുക. എന്നാൽ 3 4 ചെയിനിട്ടാലും കുഴപ്പമില്ല. ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ എടുക്കുക. ഒരു ക്യാപ്പ് മാതിരി ഉണ്ടാക്കണം. പിന്നെ വീണ്ടും ഒരു ചെയിനിട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു. പിന്നെ 4 ചെയിനിട്ടിട്ട് ഇതവിടെ അങ്ങനെ ചെയ്തെടുക്കുക. ഒരു ചെയിനിട്ടിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്ത് ഇതിൻ്റെ മാതിരി അങ്ങനെ ഇതേമാതിരി വന്നതല്ലേ. ഈ ഇതേമാതിരി തന്നെ ഇത് ചെയ്ത് തെറ്റിപ്പോയി. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ ആയി പോകുന്നത്. അതേമാതിരി ഇത് ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെയിനിട്ടിട്ട് ഈ 2 കഴിഞ്ഞതിൻ്റെ മുകളിൽ മൂന്നാമത്തേൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി ഇതേമാതിരി വന്നു. ഇനി അടുത്ത എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ 2 ചെയിനിടുക.
ചെയിൻ ഇട്ടിട്ടുള്ള തവല രണ്ടെണ്ണം ഒഴിവാക്കി മൂന്നാമത്തേൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയിൻ ഇടുക, 5 ചെയിൻ ഇടുക. 1 2 3 4 5 ചെയിൻ ഇട്ട് 5 ചെയിൻ ഇട്ടിട്ട് ഡബിൾ എടുത്തിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. രണ്ട് ചെയിനും കൂടാണ് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്. ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്ത് ജോയിൻ്റ് ആക്കിയാൽ മതി. ഈ മാതിരി ഡബിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി അങ്ങനെ അങ്ങനെ വന്നിട്ട് പിന്നെ ഈ വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വീണ്ടും ജോയിൻ്റ് ഇങ്ങനെ ആക്കി. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, അതുകൊണ്ട് 2 ചെയിനുണ്ട്. 2 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്. പിന്നെ ഈ ചെയിൻ നമ്മളിട്ട് വെച്ച ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 5 ചെയിനാണല്ലോ ഇട്ട് വെച്ചത്. ഓരോ ചെയിൻ്റെ അകത്ത് നിന്ന് 2 ഡബിൾ ക്രോഷ് ഇവിടെ ചെയ്തെടുത്തില്ല. ഇതിൽ ചെയ്തെടുക്കാൻ മാതിരി തന്നെ ഓരോ ചെയിനിൻ്റെ അകത്ത് നിന്ന് 5 ചെയിനാകുമ്പോൾ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ 10 ഡബിൾ ക്രോഷേ ആവുക. 10 ഡബിൾ ക്രോഷേ വെച്ച് വേണം ചെയ്യാൻ. അതേമാതിരി ചെയ്തെടുക്കുക. ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും രണ്ട് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്തെടുക്കുക. അവിടെ 4 5 6 7 ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇതിൻ്റെ മുകളിൽ 2 എണ്ണം ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി അങ്ങനെ വന്നു. പിന്നെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അത് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷേ കണ്ടു ഇതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ഈ അടുത്ത് തിരിച്ച് കഴിഞ്ഞിട്ട് അതേമാതിരി വരും അപ്പോൾ കാണുന്ന സമയത്ത്. പിന്നെ ഇവിടെ അതേമാതിരി തന്നെ ഇവിടെ 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ ക്യാപ്പ് വാരി വരണം. പിന്നെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കും. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇനി വീണ്ടും ഒരു ചെയിൻ ഇടുന്നതാണ്.
ഇവിടെ കഴിഞ്ഞ് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. എന്നിട്ട് 2 ചെയിൻ ഇടുക. 2 3 ചെയിൻ വേണം ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. അപ്പോൾ അതവിടെ ഇതേമാതിരി വന്നു. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്ത് കൊടുക്കണം. അതാണ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ചെയിനുകളെന്ന് വെച്ചാൽ 2 ചെയിനിനെ എല്ലാത്തിൻ്റെ മുകളിലും ഇടണം. 3 ചെയിനുകളെന്ന് വെച്ചാൽ 3 ചെയിനിനെ എല്ലാത്തിൻ്റെ മുകളിലും, അല്ലെങ്കിൽ വലിപ്പ വ്യത്യാസം വരും. എപ്പോഴും ഡബിൾ ക്രോഷ്യ വന്നു പോകും ചെയിന്. ഇതിലിപ്പോൾ ഞാൻ 2 ചെയിനാണ് ഇട്ടത്. ഇതേമാതിരി ഈ അറ്റത്ത് ഇതുവരെ ചെയ്തെടുക്കണം. അതേമാതിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതേമാതിരി ഈ ഷേപ്പിൽ വരും ഇത്. അപ്പോൾ അത് അതേമാതിരി അറ്റം വരെ എത്തി. അറ്റം വരെ എത്തി കഴിഞ്ഞാൽ ഇവിടെ എന്താ ജോയിനാക്കി കൊടുക്കുക. അങ്ങനെ വന്നിട്ടുണ്ട് ഷേപ്പ്. ഇനി അടുത്തത് ഇതേപോലെ അതേമാതിരി തന്നെ 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ജോയിൻ്റ് ആക്കിയിട്ട് പിന്നെ വീണ്ടും 5 ചെയിനിടുക. അഞ്ച് ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ചെയ്തെടുത്തില്ലേ, ഈ 2 ചെയ്തെടുത്ത മാതിരി തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. ഉള്ള നെക്കിൻ്റെ ഡിസൈനിൻ്റെ ഒരു ഡിസൈൻ മാതിരി ഇതേമാതിരി വരും. അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരും. ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അത് ചെയ്തിട്ട് എത്തി കഴിഞ്ഞാൽ ഓരോന്ന് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇതവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാതെ മാതിരി ഉണ്ടാവും.